ഡേ 11 ഓഫ് സ്റ്റാർട്ടിങ് എ ക്ലോത്തിങ് സ്റ്റോർ. മഴ കൂടുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടും മാർക്കറ്റൊന്നും ഓപ്പൺ അല്ലാത്തത് കൊണ്ടും മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ നിയറസ്റ്റ് ഒരു സ്റ്റേ ഞങ്ങൾ സെറ്റാക്കി എടുത്തു. റൂം ചെക്ക് ഇൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും മാർക്കറ്റിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മഴ ചെറുതായിട്ടൊന്നും കുറഞ്ഞെങ്കിലും റോഡിലൊക്കെ നിറയെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഓൾമോസ്റ്റ് ഷോപ്പുകളൊക്കെ ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ ചോയ്സ് ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ ഡീലേഴ്സിനെ കണ്ടുപിടിച്ചു. അവിടുന്ന് നേരെ ഇവരുടെ തന്നെ ഒരു ഗോഡൗണിലേക്ക് പോയി കുറച്ചധികം കളക്ഷൻസ് ഹാൻഡ് പിക്ക് ചെയ്തെടുത്തു. ഒരുപാട് ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് വേണ്ടത് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് ആയിരുന്നില്ല. വേണ്ട പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക എന്നതിനേക്കാളും കൂടുതൽ ഇവരുമായിട്ട് ഡീല് സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഫസ്റ്റ് ഡേ ഓഫ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എനർജി സേവ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് അവിടെയാണെന്ന് തോന്നി. നമ്മുടെ ചോയ്സ് ഓഫ് പ്രൊഡക്ട്സിൻ്റെയും ഇവരുടെയും എത്ര ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് ഞാൻ ഈ ഒരു ഷോപ്പിൽ പർച്ചേസിന് പോയപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പാക്കിങ്ങും ബില്ലിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സമയം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. ഓൾസോ ഞങ്ങളും ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം കൊറിയർ അയക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എനിവേ സ്റ്റേ ട്യൂൺ വിത്ത് us for more updates and thank you.